ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. തൻ്റെ തന്തപ്പടി എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാണട്ടെ, എന്നിട്ടാകാം ബാക്കി തൻ്റെ കാര്യത്തിലുള്ള എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക മുറിയിൽ നിന്നും പോകുന്നു. അതേസമയം സേതു ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവന്തികയെ നാളെ തന്നെ ജോത്സ്യരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഏത് സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഭയപ്പാടിലാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ ജീവിക്കുന്നത്. അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാ എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണണമെന്നും സേതു പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. എല്ലാരും പറയുന്ന ഭ്രാന്ത് അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ, ഒരു കുഞ്ഞ് ജനിച്ചാലല്ലേ അതിന് ജാതകദോഷം ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് സന്ദീപും ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അർച്ചന. ഇത് കുഞ്ഞിന്റെ മാത്രം പ്രശ്നമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അച്ഛൻ പറയുന്നതിൽ എന്താ തെറ്റ്? പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം കാണുന്നതല്ലേ നല്ലതെന്ന് സ്നേഹയും ചോദിക്കുന്നു. അവന്തികെ നാളെ തന്നെ ജോത്സ്യരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്ന് സേതു അവസാന തീരുമാനമായി പറയുന്നു. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് അവന്തിക മുറിയിലേക്ക് പോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് അർച്ചന. തുടർന്ന് സച്ചി പറയുകയാണ്, ഗർഭിണിയായ എന്റെ ഭാര്യയുടെ മാനസിക നിലയെങ്കിലും അച്ഛന് പരിഗണിക്കായിരുന്നു. അച്ഛന് പിന്നെ അതൊന്നും നോക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളാണോ അച്ഛനിപ്പോ പറഞ്ഞത്? ഇത് വളരെ ചീപ്പായി പോയച്ചാ. ഇത് ആരുടെ ബുദ്ധിയാണെങ്കിലും അത്ര നല്ല ബുദ്ധിയൊന്നുമല്ലെന്ന് സന്ദീപും ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് സച്ചി ദേഷ്യത്തോടെ പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ എന്തെങ്കിലും അയാളുടെ നാവിൽ നിന്നും വീണാലുണ്ടല്ലോ, പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി മുറിയിലേക്ക് പോകുമ്പോ സന്ദീപ് പറയുകയാണ്, അച്ഛാ ഇത് വളരെ മോശമായി പോയി. നാളെ ഒരിക്കൽ ഞങ്ങളുടെ കുഞ്ഞിനും ജാതകദോഷമാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? അച്ഛൻ ഇതേപോലെ തന്നെ ജോത്സ്യരെ വിളിച്ചു വരുത്തുമോ? നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ എന്താണെങ്കിലും ജോത്സ്യൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന സച്ചിയോട് പറയുകയാണ്, നാളെ ജോത്സ്യർ വന്ന് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. പിന്നെ അർച്ചനയും കുഞ്ഞും ഈ നെല്ലിശ്ശേരി വീട്ടിൽ ഉണ്ടാകില്ല. എടോ, എന്തായാലും ആ ജോൾസൻ നാളെ ഇങ്ങ് വരട്ടെ. നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് സച്ചി ദേഷ്യത്തോടെ പറയുന്നു. സച്ചിയേട്ടാ, നമ്മുടെ കുഞ്ഞിന് ജാതകദോഷമില്ലെന്ന് എന്തൊക്കെ വന്നാലും നമുക്ക് തെളിയിച്ചേ പറ്റൂ എന്ന് അർച്ചനയും ഉറപ്പോടെ പറയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അവന്തിക മീരയെ വിളിച്ച് നാളെ ജോത്സ്യൻ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അവന്തികെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മീര കോള് കട്ട് ചെയ്യുമ്പോ അനൂപ് താഴേക്ക് ഇറങ്ങി വരികയാണ്. നെല്ലിശ്ശേരിയിൽ നടക്കുന്ന വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? നാളെ അവിടെ ജോത്സ്യര് വരികയാണ് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് അനൂപ് ചോദിക്കുമ്പോ, അതൊക്കെ ഞാൻ അറിഞ്ഞെന്നും വേണമെങ്കിൽ സത്യമാണോ എന്ന് വിളിച്ചു ചോദിക്കാനും മീര പറയുന്നു. മോനെ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ എന്താണെങ്കിലും സച്ചിയെ വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ കമല പറയുന്നു. തുടർന്ന് മീരയും അനൂപും തമ്മിൽ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയാണ്. എന്താണെങ്കിലും അമ്മേ, ഞാനൊന്ന് സച്ചിയെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അനൂപ് സച്ചിയെ വിളിക്കുന്നു. എന്തൊക്കെയാ സച്ചി ഞാൻ ഈ കേൾക്കുന്നത്? നാളെ അവിടെ ജോത്സ്യൻ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, അവളെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാം. ഞങ്ങൾക്ക് അവളൊരിക്കലും അധികപ്പറ്റില്ലെന്ന് അനൂപ് പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീര. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം അനൂപേട്ട, എന്താണെങ്കിലും അർച്ചനയ്ക്കും കുഞ്ഞിനും ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ എന്താണെങ്കിലും കൂട്ടുനിൽക്കില്ല. അവൾക്ക് വേദനിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ സച്ചി സത്യമായിട്ടും ഞാൻ അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവൾക്ക് കുടുംബമൊക്കെ ഉള്ളതാ, അല്ലാതെ അവൾ അനാഥയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് കമല പറയുകയാണ്, മോനെ അനൂപേ, നമുക്ക് എന്താണെങ്കിലും നാളെ അങ്ങോട്ടേക്കൊന്ന് പോയാലോ? എന്താണെങ്കിലും പോകണം അമ്മയെന്ന് അനൂപും പറയുന്നു. നെല്ലിശ്ശേരിയിലെ ദോഷം കുറച്ച് ഇങ്ങോട്ടേക്കും ബാധിച്ചിട്ടുണ്ട്. ഇവിടെയും പരിഹാരക്രിയകൾ ചെയ്ത് എല്ലാവർക്കും നല്ലതാണെന്ന് മീരയും പറയുന്നു. ദേ മീരെ, എന്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. ഇനിയും ഇതേപോലുള്ള വിവരക്കേടുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുമെന്ന് ദേഷ്യത്തോടെ അനൂപ് പറയുന്നു. ആരൊക്കെ കൈവിട്ടാലും ഞാൻ എന്താണെങ്കിലും അവളെ കൈവിടില്ലെന്ന് അനൂപ് ഉറപ്പോടെ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ അവന്തികയുടെ ജോത്സ്യൻ വന്നെത്തിയിരിക്കുകയാണ്. പ്രശ്നം വെച്ച് നോക്കിയതിനു ശേഷം ജോത്സ്യൻ പറയുകയാണ്, കുറേയേറെ പ്രശ്നങ്ങളാണ് ഈ വീടിന് മുകളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷമാണെന്ന് ജോത്സ്യൻ പറയുമ്പോ ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ ജോത്സ്യനെ നോക്കുകയാണ്. കുടുംബം മുടിയും, അതിലൊരു സംശയവും വേണ്ടെന്ന് ജോത്സ്യൻ പറയുമ്പോ ഇത് കേട്ട് ആകെ തകർന്ന് സച്ചിയെ നോക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.